കാത്തിരിക്കുന്നു. കോഴിക്കോട് എലത്തൂരിൽ നിന്നും വന്ന രാഘവനെ അന്വേഷിച്ച് ഗോപിനാഥൻ പോലീസ് കൺട്രോൾ റൂമിൽ കാത്തിരിക്കുന്നു. എനിക്ക് കയ്യെത്തുന്നില്ലല്ലോ. ഇതിനാണ് കുറച്ച് ഉയരം വേണമെന്ന് പറയുന്നത്. പത്രോസും കൂട്ടി നമ്മളെ കടത്തി വെട്ടുമോ ചാക്കോ? നമ്മളെ കടത്തി വെട്ടു എന്താണ് പറയുന്നത് ചേട്ടാ? ജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു, നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെടിക്കെട്ട് ആരംഭിക്കാൻ പോകുകയാണ്. കിഴക്കേ കോട്ടയുടെ ഭാഗത്ത് ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ അവിടെ നിന്നും മാറിപ്പോകണം. മതിൽക്കത്തിൽ ഇരിക്കുന്നവർ അവിടെ നിന്ന് മാറിപ്പോകണം. വേഗാട്ടെ. നീ ഇതുവരെ മരുന്നിട്ട് കഴിഞ്ഞില്ലടാ ജോയി? എടാ വീലിപ്പസ്, നീ ഇതിനിടയ്ക്ക് പോയൊന്നും മിനിങ്ങല്ലേ? ഇല്ല പറയതേ, ഇതൊന്ന് കഴിയാൻ കാത്തിരിക്കാൻ ഞാനൊന്ന് മിനിങ്ങാൻ. എന്താ അവിടെ നോക്കിക്കുന്നത്? എല്ലാം ഒന്ന് മാറിപ്പോണം. ഒരു പ്രത്യേക അറിയിപ്പ്. ചാക്കോ, അവൻ പേരിൽ വിളിച്ച് കൂട്ടാറായില്ലേ? ആദ്യം ഒരു പ്രൊഡക്ഷൻ ഉണ്ടായെങ്കിലും കർത്താവ് അനുഗ്രഹിച്ച എല്ലാം മംഗളകരമായി കലാശിച്ചു.
അപ്പോ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളെ കൂട്ടൊരു നല്ല പണിക്കാരനാണ്. നല്ല പണി ആര് ചെയ്ത് കാണിച്ചാലും നമ്മളത് കണ്ട് സന്തോഷിക്കണം. ഇപ്രാവശ്യവും അവൻ നമ്മെ തോൽപ്പിച്ചു. അപ്പുറം ചുമ്മാരി അവരെ ഞാൻ എടുക്കും. ഇനി നമുക്കൊന്ന് മെനുങ്ങാം. എന്താ എതിരുണ്ടോ? സമയമാകുന്നു. 9 മണിക്ക് നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ ചെല്ലാമെന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോ വരാം. അമ്മണി, നീയൊന്ന് ഉറങ്ങല്ലോ. വന്നൂടെ? ജോയ്, കുളി കഴിഞ്ഞില്ലേ? കേറിപ്പോ. ആ ലോറിക്കാരുടെ അടുത്തേക്കല്ലേ. അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും. നിന്നോട് കയറി പോകാനാണ് പറഞ്ഞത്. തർക്കുത്തരം പറയുന്നത്. എടോ അറിയതേ, ഏതാടോ? ആർക്കറിയാം. ഏതായാലും നമുക്ക് പോവാം. വാ. ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലോ? ഓ, എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? വഴി ഓർമ്മയുണ്ടോ? കിഴക്കേ നടക്കലെ കല്ലത്താണിക്ക് തൊട്ടടവഴി ഇറങ്ങി ഓല മേഞ്ഞ 3-ാമത്തെ പുര അല്ലേ? ഓ, അപ്പൊ മറന്നില്ല. ഓ, അങ്ങനെ അങ്ങ് മറക്കാനൊക്കുവോ? ഓർമ്മ പുതുക്കാനേ ഞാനിന്ന് വരും. രാത്രി വരുന്നതെല്ലാം കൊള്ളാം. കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ? എടാ ജോയി, അടുത്ത ബസ്സിൽ പോയി സന്ധിക്കുമ്പോ വീട്ടിലെത്താം. വേഗം ചെല്ലേ. അപ്പം വരുന്നില്ലേ? എന്തൊരു ചോദ്യമാ ജോയി മോനെ ഇത്. ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ? ഇനി ഞങ്ങളൊന്ന് മിനുങ്ങാൻ പോകുക. ഈ ജോലി ഏറ്റ് വാങ്ങിച്ച അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പൊ തരില്ല. വല്ലതുണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം. നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല. വയ്ക്കോ. എന്താ 5-8 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതല്ലേ? വല്ലതും വാങ്ങിക്കാതെ വെറും കേടെങ്ങനെ? കുറച്ച് കാശ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ കൊടുക്കുകയാക്കോ? ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ? എന്നാ അയ്യോ, എനിക്ക് വേണ്ട. അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്നാ തൽക്കാലത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ. ജോയേ, ഇതെന്റെ വീട്ടിൽ കൊടു. ഞങ്ങൾ പിന്നെ വരാം. ഇത് ത്രേസ്യാമടായി കൊടുത്തേടാ മോനെ. എവിടെ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നെന്നറിയാമോ? എടുക്കൂ. നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്താണ്. ഇപ്പൊ അഴിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്നിട്ട്. പോരാ, എനിക്കിപ്പൊ വേണം. നീ ഇത് പിടിച്ച് എന്റെ കൈ കഴിക്കുന്നത്. മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നോ ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കണോ? പിടിച്ചു വാങ്ങിക്കേ. എന്താ ഇത്ര സംശയം? എന്നാ ഒന്ന് കാണട്ടെ. അയ്യോ, കഷ്ടം. നീ തന്നെ എടുത്തോ. എന്താ വാങ്ങിച്ചില്ലേ? അത് ഈ ജാതി മതിയോ? 10 രൂപ. ഇത് 15. ഇതാണ് നല്ലത്. 20 രൂപ. എത്രയാ സൈസ്? സൈസ് എത്രയാണ്? എന്താ ഓർത്ത് ചിരിക്കുന്നത്? ഒന്നുമില്ല. വാങ്ങിച്ചില്ലേ? ഇല്ല.
അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിനു മുമ്പ് എനിക്കറിയണം എന്തോന്ന്? നിന്റെ സൈസ്. അയ്യോ അത് അറിയില്ലേ? 32. അങ്ങനെ അക്കത്തി പറഞ്ഞാ പോരാ, പിന്നെ എനിക്ക് ബോധ്യപ്പെടണം. കേറിയിരിക്കും. എനിക്ക് ഉടനെ പോണം. അമ്മേ. ആ, വെടിക്കെട്ടും കഴിഞ്ഞിങ്ങ് എത്തിയോ? കേറി വാ മോനെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്നേർക്ക് ഇപ്പൊ അതിനൊന്നും സമയമില്ല, തിരക്കാണ്. പോട്ടെന്നേ. നീ പൊടി അവിടുന്ന്. കേറി വാ മോനെ. എങ്ങനെയിരുന്നു പോരും? നമ്മുടെ മരുന്ന് പണിയൊക്കെ നന്നായോ? അതൊന്നും ചോദിക്കണ്ട. എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൂരം പൊടി പാറി. അല്ലേ ജോയ്? ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പൊടിയകത്ത്. ജോയ് യാത്ര കഴിഞ്ഞു വന്നല്ലേ, അവനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. വേണ്ട കരുതി, ഞാനിത് വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഇവിടെ അപ്പൻ എന്തിയേ? അവരൊന്നും വന്നില്ല, ചിലപ്പോ രാത്രി വരും. എടി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങി തിരിച്ചതല്ലേ? പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല. ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞു നടന്ന നാട്ടുകാരെന്ത് പറയും? വെടിക്കാരൻ ചാക്കോയുടെ മകളാണെന്ന് പറയും. അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോളെ അന്നാമ്മച്ചെടുത്തിടെ. വേണ്ട, നിന്റെ പിന്നാരം കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഒരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് അയച്ചതാ മീൻ വാങ്ങിക്കാൻ. കുരുത്തം കേട്ടോ ജാതികൾ. എവിടെ പോയി കിടക്കുന്നോ എന്തോ? പുതുപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ചി പറയുന്നത്. ചേട്ടനെ ഞാൻ കണ്ടു. എവിടെയായിരുന്നു നീ ഇതുവരെ? നിന്നെയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നു. കിണറ്റിൻകരയിൽ തിരക്കായിരുന്നു ചിറ്റേ. തിരക്കും. നിന്നെ കാണാൻ ആളുകൾ അങ്ങ് തിക്കി തിരക്കില്ലയോ? വെറുതെയാണോട് നിന്റെ കണ്ണിന് കാഴ്ച കെട്ടുപോയത്? നിന്റെയൊക്കെ ഉള്ളിലൊരു പേ ദൈവം തമ്പുരാന് പൊറുക്കത്തില്ല. കൊണ്ടിന്ന് ഒഴികളെ കുളിമുറിയില് കൊണ്ടിന്ന് ഒഴിക്കാൻ. നീ വരുന്ന വഴിക്ക് താളി പറിച്ചില്ലേടി? ഇല്ല. എന്റെ കർത്താവേ, ഇല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊല്ലുപടി. എന്താ ചേർത്തി കാണിക്കുന്നത്? എന്റെ മോളെ, എവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എന്റെ നിത്യസഹായ മാതാവേ, ഈ വെടിക്കാരൻ മുതുക്കന്റെ മോടെ ഇടയെന്ന് എന്റെ ജീവനെ എടുക്കണേ. അങ്ങനെയൊക്കെ പറയാമോ ചേട്ടത്തി? അവക്ക് കണ്ണു കാണാഞ്ഞിട്ടല്ലേ? ചേട്ടത്തി അങ്ങ് ക്ഷമിച്ചുകള. ഞാനായതുകൊണ്ട് ക്ഷമിച്ചു. പെറ്റതള്ളയായിരുന്നെങ്കിലേ എവിടെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും പീലിപ്പോസിന്റെ 2ാം കെട്ടുകാരി പെണ്ണിനെ തച്ചേ കൊന്നേ എന്നല്ലേ നാട്ടുകാരെ വിളിച്ചു പറയൂ. അവരറിയുന്നുണ്ടോ എവളെ കൊണ്ടുള്ള ഉപദ്രവം എത്രയാണെന്ന്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടാവാന്? എന്റെ കുളി തെറ്റി. കുളി തെറ്റിയോ? അതൊരു വിശേഷമാണല്ലോ ചേട്ടത്തി. ഓ, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു മേരി, നീ എന്തിനാ അത് കേട്ടോണ്ടൊന്ന് കിണുങ്ങുന്നത്? അടിച്ച് ഞാൻ പോയി താലി പറിച്ചോണ്ട് പാടി. താലി പറിക്കാത്തതിനാണ് ഇത്രയും ബഹളം. ചേട്ടത്തി, ഞാൻ പറിച്ചുതരാം. മേരി, അകത്തു പോ. എവിടെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? പകിരിയല്ല, സൈഡാമട്ട്. ഒത്തിരിയായി, നമുക്ക് വീട്ടിലോട്ട് പോകാം. ചേട്ടനരി അതാണ് അതിന്റെ ശരി. ഞാനിപ്പോ നമ്മുടെ നിലയാമട്ട് പോലെയാണ്. നിലത്തുനിന്ന് പൊങ്ങി പൊട്ടി, പിന്നെയും പൊങ്ങി പൊപ്പി. അങ്ങനെ ഇന്നലെ നമ്മൾ 7 നിലയെ പൊട്ടിക്കും. അപ്പോഴേ നമുക്ക് 7ാമത്തെ നിലയ്ക്ക് അപ്പുറത്ത് പൊട്ടിക്കാൻ പറ്റുമോ? 7 സർക്കാർ സമ്മതിച്ചാൽ 14 നില ഞാൻ പൊട്ടിക്കും. ഇവന്റെ എല്ലാം അപ്പൻ അപ്പൂപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം. ദൈവത്തോർത്ത് നീ എവിടെ പറഞ്ഞിട്ട് മാറണം? ഇല്ല, മാറില്ല. മാറി നിങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കൂടെ? എങ്കിൽ ചാരായം കഴിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് കൂട്ടുകാരോട് പറഞ്ഞേക്ക്. അല്ലാതെ അപ്പനപ്പന്മാരെ വിളിച്ചാൽ വിളിക്ക്, ഒരിക്കൽ കൂടി വിളിക്ക്. ആണാണെങ്കിൽ എന്റെ ആണത്വം തെളിയിക്കാൻ നീയല്ല വേണ്ടത്, നിന്റെ പെങ്ങള, അല്ലെങ്കിൽ നിന്റെ തള്ള. എന്റെ കർത്താവേ, എന്റെ കർത്താവേ. മോനെ ഒന്ന് നിർത്ത്. ഒന്ന് നിർത്ത്. എന്തായി കാണിക്കുന്നത്?
എന്താണ് നീ ചാക്കോനെ തന്നെ അമ്മായി നിന്നോടല്ലേ പറഞ്ഞു കൊണ്ടുപോവാൻ ചീഞ്ഞു നാർന്നു നാച്ചുണ്ട് ഇനി ഞാൻ കൊണ്ടുപോവാനല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോകും. അതെനിക്കറിയില്ല. നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ. ഇതിനിടയ്ക്ക് അങ്ങാരെങ്ങാനും കയറി വന്നാ ഞാൻ എന്നാ വിളമ്പി കൊടുക്കും? മാമന് വരില്ല. ആര് പറഞ്ഞു? കൂടെ പോയി പണിക്കാർ പറഞ്ഞു. ഇനി അത് ഇവിടെ വെക്കിട്ടെ? വേണ്ട വേണ്ട, ആ ലോഹയൊന്നും വേണ്ട. ഈ മീൻ ഇന്ന് ഞാൻ ഇവിടെ കറി വെക്കില്ല, അത് തീർച്ച. പിന്നെ അതെന്ത് ചെയ്യും? ചുട്ടു തിന്നോ? ചുട്ടു തിന്നേ? നാട്ടുണ്ട് ചുട്ടു തിന്ന വയറിറങ്ങല്ലേ. ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നല്ല മീനെ. നിങ്ങൾക്ക് നാറ്റുണ്ടാവില്ലായിരുന്നു. അപ്പോഴേക്കാൾ നോട്ടീസുകാരും വന്നില്ലേ. എന്റെ കർത്താവേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും? നീ വാടാ, നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ വാ, വല്ലതും കഴിക്കാം. അവിടാണോ ഇരിക്കാൻ പോകുന്നത്? ഇനി അകത്ത് വാ. കൈ കഴുകണ്ടേ വൃത്തികെട്ട ജന്തു. കയ്യേ വെറുതെ ആണോടെ അമ്മാവൻ നിന്നെ തല്ലുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്? നിന്റെ ഈ വികൃതിത്തരം കൊണ്ടാ. വികൃതിത്തരം കൊണ്ടൊന്നുമല്ല അമ്മാവൻ തല്ലുന്നത്. പിന്നെ വെറുതെയാ? അല്ല. അല്ലെ പിന്നെ അമ്മായി തല്ലുന്നതോ? നല്ല സിനിമ. അടി ഇടി കുത്ത് ചവിട്ട് പാട്ട് കുളിസിന് എല്ലാം ഉണ്ട്. നമുക്ക് പാം. കലാസാരം വായിച്ചു നോക്ക്. വേണ്ട, എന്റെ സിനിമയും കളിയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ. നീ തന്നെ വായിച്ചു. അതിലേക്ക് വായിക്കാറില്ലല്ലോ. അന്നിക്ക് ഞാൻ വായിച്ചു തരാം. ഇത് കഴിയട്ടെ കേട്ടോ. ഇപ്പോഴെന്റെ മേരിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. ജോയിമോൻ എന്താണിത്? കുരിശോ? ജോയിമോൻ മറന്നില്ല. ആര് പറഞ്ഞാലും ഞാൻ മറക്കും. എന്നാ എന്റെ മേരിക്കുട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ മറക്കില്ല. അതെന്താ? അത് എന്റെ സുന്ദരി കുട്ടിയല്ലേ മേരിക്കുട്ടി, അതുകൊണ്ട്. എനിക്ക് ഒരു ഒരു പറയൂ. ഒരു സാരി. ആ, എനിക്കും വേണം. നീ മിണ്ടായിരിക്കും. ആ മേരിക്കുട്ടി പറ, എന്ത് നിറവാ വേണ്ടത്? നിറം എനിക്കറിയില്ലല്ലോ. മേരിക്കുട്ടിക്ക് ചേരുക മഞ്ഞ. മഞ്ഞയില്ല, ചുവപ്പ്. എങ്കിൽ ചുവപ്പ് മതി. ഏറ്റു. ആ ഞാൻ വരട്ടെ. ആ, ജോയിമോൻ പോയോ ലിസി? പോയി. ഞാൻ സുന്ദരിയാണോ ലിസി? എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ്. വെടിക്കാരെല്ലാരും വന്നല്ലോ. ഇരിയാനിത് എവിടെ പോയി കിടക്കുന്നു? വരും ചെടുത്തി. ഓ വരും കുടിച്ച് കണ്ണു കാണാതെ. കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോളും ഒരേ മാതിരിയാ. ഇത് ജനനാ കുരുടി. അത് ഞാൻ കുടിച്ച് കണ്ണില്ലാതാവും. എടോ പറയുന്നേ, അടി കൂടുതൽ കൊണ്ടത് ചാക്കോനാണോ അതോ അന്തോണിക്കാണോ? അടി കൂടുതൽ കൊണ്ടത് അന്തോണിക്ക, പക്ഷെ പരിക്ക് കൂടുതൽ ചാക്കോന. കിട്ടിയതില്ല. ഇപ്പൊ വീണാനെ. അപ്പൻ എന്തിനാ ഇയാളിങ്ങനെ കുടിക്കാൻ വിടുന്നത്? അത് കൊള്ളാം. ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിലെങ്കിലും ഇവിടെ എത്തി. പറഞ്ഞാണ് ശരിക്കില്ലെന്നേ. എന്താ ഉതുപ്പേ? കപ്പിയാരെ എന്തോ മണി അടിക്കുന്ന നിങ്ങൾക്ക് ശമ്പളം ഉണ്ടോ? പിന്നെ എന്നാല് കപ്പിയാര് പോയിക്കോ. ഇനി മണി ഞാൻ അടിച്ചോളാം. വെറുതെ പള്ളിക്കൊരു ലാഭമായിക്കോട്ടെ. നിന്നെ മണി അടിക്കാൻ ഏൽപ്പിച്ചപ്പോ നീ എന്റെ പള്ളക്കടിക്കാണല്ലേ? ഞാൻ പള്ളക്കടിക്കാൻ, ഞാൻ മണി അടിക്കല്ലേ കപ്പിയാരെ. എന്റെ അപ്പൻ ഇന്ന് വരുമോ? എനിക്കറിയില്ല. സന്ധ്യയ്ക്ക് മുമ്പേ വരുമോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞാൽ ജോയി എന്നെ ഒന്ന് സഹായിക്കുമോ? എന്താ കാര്യം? അന്ന് പറഞ്ഞ ആ സാധനമല്ലേ? ഏത്? ഓർമ്മയില്ലേ? അളവ്. അതല്ല. എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ? ത്രേസ്യച്ചേട്ടത്തെയും ഫിലിപ്പോച്ചേട്ടനും എല്ലാരും പോകുന്നു. അപ്പം വരാതെ അമ്മ എന്നെ അയക്കത്തില്ല. ജോയി ഉണ്ടെന്ന് പറഞ്ഞ് സമ്മതിക്കും. എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമോ?
എന്താ ആലോചിക്കുന്നത്? അതിന് സമയമായോന്ന് ആലോചിക്കായിരുന്നു. സമയമൊക്കെ ഉണ്ട്. 6:30 നമുക്ക് 6 മണിക്ക് പോവാം. ഞാൻ അമ്മയോട് പറയട്ടെ? വേണ്ട, ആദ്യം അപ്പനോട് പറ. അപ്പന് സമ്മതമാണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. ഇതെന്ത് വർത്തമാനമാണ് ജോയി? അപ്പനെ കാണാഞ്ഞിട്ടല്ലേ ഞാൻ ജോയിയോട് പറഞ്ഞത്. കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറ. ലിസി, നീ ഇപ്പോഴൊരു കൊച്ചു പെണ്ണാണെന്ന് എന്റെ വിചാരം. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് അത്രയും മനസ്സിലാവൂ. ജോയി എന്നെ കൂട്ടിക്കൊണ്ട് പോവില്ലയോ? അത് പറ. ഇന്ന് പറ്റില്ല. എന്നാ ഒരു ദിവസം ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. ഇവിടെയല്ല, ടൗണില് വലിയ സിനിമ ഹാളില്. നീ കണ്ടിട്ടില്ലല്ലോ? അകത്ത് കയറി കഴിഞ്ഞാ ചൂടറിയാത്ത തണുപ്പിച്ച മുറി. ഓ, എനിക്ക് കേക്കണ്ട തണുപ്പിച്ച മുറി. ഞാൻ പോകുന്നു. ആ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറയുന്ന കേക്ക്. കരയാണ് ചേച്ചി. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളിലോട്ട് കരഞ്ഞാലോ? നമുക്ക് നാളെ പോവാം. ഇന്ന് എന്റെ അപ്പൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ തീർച്ച. എന്റെ പൊന്നുമോളല്ലേ? ഞാൻ ആരുടെയും പൊന്നുമോളൊന്നുമല്ല. ഞാൻ കരയും. എന്നാ കരഞ്ഞു? എന്നാ ഞാൻ കരയില്ല, ചിരിക്കും. എന്നാ ചിരിച്ചു. നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ചാക്കോ ഒരു പെണ്ണിനെ തറപ്പിച്ചു നോക്കുന്ന കണ്ടില്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചത് അവൻ പെട്ടെന്ന് വരികയില്ല. പെണ്ണും വാക്കും എവിടെ ഉണ്ടോ വില കൊടുത്ത് വാങ്ങും. അതാണ് അവന്റെ ജന സ്വഭാവം. ഏതായാലും ഇത്ര താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ ഏതാ ബസ്? താൻ എന്തിനാണ് വണ്ടി വള്ള അന്വേഷിക്കുന്നത്? ഇനി അവൻ വരുമ്പോ വരട്ടെ. തനിക്കത് പറയാം. ജോലിക്കാർ കാശിന് വേണ്ടി സമീപിക്കുന്നത് തന്നെയാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുള്ള കൊടുക്കാനുള്ള വക വേറെയും. തന്റെ കൊടരായ്മയല്ലേ കാരണം? നേരിദോഷം പറയരുത്. ഞാൻ എന്ത് കൊള്ളായ്മയാണോ കാണിച്ചത്? താനാണ് ആശാൻ. എന്താ എതിരുണ്ടോ? തന്റെ പേരിലാണ് കരാർ ഉറപ്പിക്കുന്നത്. പക്ഷെ കാശ് വാങ്ങിക്കുന്നതും ഇഷ്ടം പോലെ ചെലവാക്കുന്നതും അവൻ. ഇന്ന് വരെ അതിന് വല്ല കണക്കോ കാര്യമോ ചോദിച്ചിട്ടുണ്ടോ? ഞാനൊരു ഏഷണി ഭൂഷണിക്കാരനാണെന്ന് താൻ കരുതരുത്. അല്ല ഫിലിപ്പോസ് പറയുന്ന കാര്യമാണ്. ഏതായാലും ചാക്കോ ഒന്നും കൂടെ വന്നോട്ടെ. ഇന്നിനി ഏതായാലും അവൻ വരത്തില്ല. വാ, നമുക്കൊന്ന് കൂടാം. ഇല്ല നിന്റെ കൂടെ കുടിക്കാൻ ഞാനില്ല. അല്ല, സംസാരിക്കാണ്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. പാടും പറഞ്ഞ തന്നോട് ഇന്ന് വരാൻ. ഇതാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. അവിടുത്തെ സംസാരം കുളിക്കാൻ നേരത്തെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ. നീ എവിടെയാ വെച്ചത്? എവിടെ വെച്ചതല്ലേ നോക്കുന്നത്? അല്ല, ഇത് എവിടെ വെച്ചത്? അല്ല, ആ ചാക്കോച്ചോട്ടിന്റെ വീട്ടിൽ നിന്റെ അപ്പനെ കൊണ്ട് വെച്ചത്. മേരി, അവനെ എന്തിനാ അന്വേഷിക്കുന്നത്? അവള് തന്നെ എടുത്തത്. ഞാൻ സിനിമയ്ക്ക് പോകുന്നോണ്ടുള്ള അസൂയയാ. കൊടംപോയ കുന്തത്തിലും തിരയണമെന്നാ പറഞ്ഞ. എന്താ തെരയുന്ന ചെടുത്തി? ഉടുപ്പ എന്താ തരയുന്നെന്ന് പറ, ഞാനും കൂടെ തരയാ. അപ്പൊ എന്താ അന്വേഷിക്കുന്നത്? എടി തുളസിയെ, നീ എന്താ അന്വേഷിക്കുന്നത്? എന്റെ വാർമുടി. അത് കൊള്ളാം. എന്റെ വേദന കിണിക്കുന്നത് ഒന്ന് നോക്കിക്കൂടെ? ഇതാണ് ചെടുത്തി, നോക്ക്. അയ്യോ, ഇതെന്റെ ചുമലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊന്ന് കെട്ടിത്താടി മോളെ. ഇതൊന്നും ഉണ്ടോ? സിനിമയ്ക്ക് വരുന്നില്ലേ? വരാതെ അമ്മ. അതിന്റെ അകത്ത് എന്തോ ഉണ്ട്? പിന്നെ മേരിക്കുട്ടിക്ക് ആരെങ്കിലും തുണ വേണ്ടേ? ഇത് എങ്ങനെ ഊരിയെടുക്കാനാണ് എന്റെ കർത്താവേ? അപ്പൊ ഞാൻ സൈറ്റ് എങ്ങനെ സിനിമയ്ക്ക് വരിക? നീ കൊണ്ടുപോടാ കാലം. ചെക്ക് വിളക്ക്. എടാ ഉതുപ്പേ, അത് കത്തിച്ചു പിടിക്കല്ലേ, ബാറ്ററി കേടുവരും. ഈ ശോഭിച്ചുകാരിക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സിനിമയ്ക്കുള്ള പുറപ്പാടാണ് അല്ലേ? ആണേ. നിങ്ങൾക്കാർക്കും പള്ളിയിൽ വരാൻ സമയമില്ല. ആ, പോയിക്കോളൂ. എടാ ഉതുപ്പേ, നീ നാളെ അങ്ങോട്ട് വരണം, പള്ളിയിലോട്ട്. ആ പിന്നെ നമ്മുടെ വാഴ കുലച്ചു. എപ്പോ? അത് പറയാം. നീ അങ്ങോട്ട് വാ. നീ പറയാ ഉതുപ്പേ, നിന്നെ ഒന്നും കൊണ്ടുപോകാം. ഞാനും ടിക്കറ്റ് എടുത്ത് അവരവിടെ പിന്നിൽ പൈസ അധികം കൊടുക്കണം, പിന്നിൽ ഇരിക്കണം. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് ലാഭം മുമ്പിൽ ഇപ്പൊ തുടങ്ങും. രണ്ടാം വല്ല ഇഷ്ടം അവന്റെ കൊടുത്തോണ്ട് ചേട്ടാ ഒരു വീഡിയോ. നീയല്ലേ വീട് വലിക്കില്ലെന്ന് പറഞ്ഞു? ശരിയാണ്, സത്യമായിട്ട് ഞാൻ വീഡിയോയിൽ നിർത്തിയാണ്. തുടങ്ങാനായ പഴം അടുത്ത്
രജിച്ചെടുത്തി എന്നെ കൊല്ലു. അവർ 13 എണ്ണി വെച്ചതാ. തുറക്കടോ. ആരാ? എന്താടി? ചാക്കോ ചേട്ടനാണോ? ഇരുട്ടുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയോ? നിന്റെ അപ്പനവിടെ? അപ്പനും ചിറ്റയും സിനിമയ്ക്ക് പോയതാ. വറീത് ഇവിടെ വന്നോ? വറീത് ചേട്ടനും പോയിട്ടുണ്ട്. അപ്പോ നീ ഇവിടെ തനിച്ചേ ഉള്ളൂ അല്ലേ? അതെ. സമയം എന്തായി ചേട്ടാ? അവര് വരാറായോ? ആ, സിനിമ വിട്ടു കാണില്ല. വിട്ടാലും അവരിവിടെ വരെ നടന്നിട്ടുണ്ട്. എന്താ നിനക്ക് പേടിയാവുന്നുണ്ട്? ഇല്ല, അപ്പൻ അയലത്തെ കല്യാണിയമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ അവരിങ്ങെത്തും. എന്നാൽ നീ പോയി കടന്നോ. അപ്പം വന്ന ഞാനിവിടെ അന്വേഷിച്ചു തന്നെന്ന് പറഞ്ഞുതരും. മല, അതിന്റെ മുകളിന്ന് വെള്ളം ഇങ്ങനെ ചാടി 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 വരിക. അതിന്റെ അടിയിൽ ഒരു പെണ്ണിരിക്കുകയാണ്. എന്താ നിർത്തിക്കളഞ്ഞത്? പറഞ്ഞു. അച്ഛോ, ഞാനില്ലേ കപ്പ്യാര്, ഞാൻ നീ ഇങ്ങനെ സിനിമയും കണ്ട് നടന്നാ മതിയോ? നിനക്ക് ജോലിയൊന്നും നോക്കണ്ടേ? ജോലിയൊന്നും കിട്ടുന്നില്ല അച്ഛോ. പിന്നെ കപ്പ്യാരെ സഹായിക്കാൻ വേണ്ടി മണി അടിക്കാറുണ്ട്. ശരി, നാളെ മുതൽ നീ ഇവിടുത്തെ ചെടികൾക്കൊക്കെ നനച്ചു. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാം. എന്നിട്ട് കപ്പ്യാരെ കുളിച്ചും കഴിഞ്ഞ മതി മതി, നീ എന്നെ കുളിപ്പിച്ച് കടത്തും. ഇനിയിപ്പോ ഇത് ആരോടൊന്ന് പറയാ? അയ്യോ, അമ്മൂട്ടിയെ കുട്ടികളല്ലേ, ഇത് ഞാൻ ഉതുപ്പ് നിന്നെ സിമോൾ കാണുന്നെന്ന് പറഞ്ഞു. എന്തിനാ? പിന്നെ ഞാനെന്തല്ലേ ഒരു സിനിമ കണ്ടു. സിനിമയ്ക്ക് പിന്നെ എന്താ അവിടെ? അപ്പന് ചാക്കോ ചേട്ടൻ കണക്കങ്ങോട് പറയും, അത് ഞങ്ങൾ അങ്ങോട്ട് അയാളും ഉണ്ടോ? എന്നാ ഞാൻ പിന്നെ വരാം. പിന്നെ സിനിമയുടെ കഥയ്ക്ക് പറഞ്ഞുകൊണ്ടായില്ല. എന്തൊക്കെ ഇനത്തിന് എത്ര രൂപ ചെലവായി എന്നുള്ള വിവരം ഞങ്ങൾക്ക് കൂടെ ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? അലൂമിനിയം പൗഡർ, വജ്രപ്പശ, തുരിശ്, കടലാസ്, ഓട, മുള, കഴുങ്ങ്, ഇതൊക്കെ കാശ് കൊടുക്കാതെ വാങ്ങിക്കാൻ നോക്കുവോ? 10 രൂപയൊക്കെ കൂലി വക ചെലവുന്നുണ്ട്. അപ്പൊ ചാക്കോ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വെടിക്കെട്ടിന്റെ ഇനത്തിൽ എനിക്കൊന്നും വരാനില്ലെന്നാണ്. ബാക്കി എന്തെങ്കിലേ തരാൻ നോക്കൂ. ചേട്ടന്റെ പറ്റു കൂടി കണക്കാക്കിയാൽ 10-100 രൂപ അങ്ങോട്ടുണ്ടാവും. പറ്റിന്റെ കാര്യം പറഞ്ഞാൽ രാപകലില്ലാതെ കൂലിക്കാരുടെ കൂടെ ഞാനും എന്റെ മോനിൽ നിന്ന് പണിതില്ലേ? അത് നേരാ. ആ നിലയിൽ രണ്ടുപേരുടെ കൂലി പറയുന്നതിനും ജോയക്കുട്ടിക്ക് അവകാശപ്പെടാം. ഫിലിപ്പോസ് ചേട്ടൻ ചുമ്മാ ഇരിക്കണം. ഈ കണക്ക് ഞാനും പറയതേട്ടനും തമ്മിൽ തീർത്തോളാം. മനസ്സിലായോ? നിങ്ങൾ കൂട്ടിക്കൂ.
ഞാൻ എതിരല്ല, മിണ്ടില്ല. വേണമെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. നീ എവിടെ? നീയും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ ഇത്? ആരറിയുന്നതിലും എനിക്കൊരു വിരോധമില്ല. എന്നാൽ ഒരു കാര്യം, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത്തവണ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ചതും വിശ്വാസമില്ലാത്ത പോലെ സംസാരിച്ചതും വറീതേട്ടനായതുകൊണ്ട് മാത്രം ഞാൻ പൊറുത്തു. ഇനി എന്താണ് അറിയേണ്ടത്? ഇനി എനിക്കൊന്നും അറിയണ്ട. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതിലെ ലാഭവും ചെയ്തതും ഏതായാലും ഞാൻ സഹിച്ചു. മേലാൽ നമുക്ക് എന്ന് വെച്ചാൽ കുറെ കാലം ചാക്ക എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയില്ലേ? ഇനി എന്റെ കരാർ ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്താൻ നിശ്ചയിച്ചിരിക്കുക. ഓഹോ, അപ്പോ അതായിരുന്നോ കാര്യം? എന്നെ മാറ്റി നിർത്തണം. ഈ കാര്യം നേരെ ചൊവ്വേ പറയാമായിരുന്നു. ഈ വരവും ചെലവും ചോദിച്ച് വറീതേട്ടൻ എന്നെ കൊച്ചാക്കേണ്ടിയിരുന്നില്ല. ചാക്കോ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞതല്ല, നീ എന്റെ കൂടെ വേണം. കൂലിക്കാരനായിട്ടോ? ഞാൻ നിന്റെ കൂടെ പണിയെടുത്ത് കൂലിക്കാരനായിട്ടല്ല, പങ്കുകാരനായിട്ടല്ലേ. അതിനെന്നെ നോക്കണ്ട. ചാക്കോ, അങ്ങനെ പണങ്ങാതെ. ഞാൻ പണങ്ങില്ല. പണങ്ങിയാൽ ഒട്ടണങ്ങയില്ല. വറീതേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഈ നാട്ടിൽ വെടിക്കെട്ടിന് ലൈസൻസ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല. നമുക്ക് കാണാം. ചാക്കോ പിണങ്ങിയാണ് പോയത്. അപ്പൻ അയാളെ പിണക്കേണ്ടിയിരുന്നില്ല. നീ പോടാ അവിടുന്ന്. നിനക്ക് എന്തറിയാം? എടാ, 10-40 കൊല്ലക്കാലം വെടിമരുന്നിന്റെ ചൂടും ചൂരും മറിഞ്ഞവനാ ഞാൻ. എന്നെ അങ്ങനെ ആരും തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവനേക്കാൾ യോഗ്യന്മാരായ 3 കൂടപ്പറപ്പുകൾ എനിക്കുണ്ടായിരുന്നതാണ്. ഒരമിട്ട് എല്ലാം തീർന്നു. അന്ന് ഈ നെടുമ്പരയിൽ കത്തിക്കരിഞ്ഞു കിടന്നതിന്റെ തള്ളയും അവരുടെ കൂടെ പോയി. അതിനേക്കാൾ വലുതാണോടാ അവൻ. പോട്ടടാ, പോട്ടെ. ഫിലിപ്പോസേട്ടൻ അച്ഛൻ കാണാമെന്ന് ത്രേസ്യയെ ചേർത്തേം വിളിക്കുന്നു. എന്നാൽ ഇത് നടന്നു, ഞങ്ങൾ വന്നേക്കാം. വാ. പെണ്ണങ്ങ് വളർന്നു പോയല്ലോടാ. തൊട്ടാ പൊട്ടും. സൂക്ഷിച്ചോ, മുതൽ ഏതാണെന്ന് അറിയാമോ? ഞാനും ഈ ഇടവയിൽ തന്നെ വളർന്നവനാടാ. ഇവളുടെ തന്ത ചാക്കോയെ. എന്റെ അപ്പം വന്ന് നടക്ക് വീഴില്ലായിരുന്നെങ്കിൽ ഞാൻ വക വരുത്തുമായിരുന്നു. ഏതായാലും അവർ തമ്മിൽ പിണങ്ങിയത് കഷ്ടമായി പോയി. നമ്മുടെ ഇടവയിൽ ഒരുമിച്ച് കഴിയേണ്ടവർ തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുന്നത് ശരിയല്ല. അച്ഛനൊന്ന് അവരെ വിളിച്ച് പറഞ്ഞു നോക്കണം. അച്ഛൻ പറഞ്ഞാൽ അവരനുസരിക്കും. വറീദിന്റെ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ചാക്കോ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. അതിരിക്കട്ടെ, നിങ്ങളെന്താ മേരിയെ പള്ളിയിൽ കൊണ്ടുവരാത്തത്? കണ്ണു കാണാൻ പാടില്ലാത്ത അവളെ എന്തിനാണ് അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്? അപ്പോ അവളുടെ വിവാഹം പള്ളിക്ക് പുറത്തു വെച്ചാണോ നടത്താൻ പോകുന്നത്? അവളെ ആരാണ് അച്ഛൻ കല്യാണം കഴിക്കുക? ഈ അമിട്ടിനെ 7 ഉണ്ടെന്നാ കേട്ടത്. പോരാ, എന്നാൽ 8, എന്നാൽ 9, 10 തികയില്ല. 10 തികയില്ല അല്ലേ? തികയില്ലെങ്കിൽ ഞാൻ 10 തികച്ചു തരാമടാ. വരൂ ജോയ്. ലിസി വയ്ക്കോ, ഞാൻ വരാം. വേണ്ട ജോയ്. ഇല്ല ലിസി, നീ വയ്ക്കോ. ഓഹോ, ഇപ്പൊ നീയാണോ ഇവിടെ താപ്പാൻ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. ഇഷ്ടപ്പെട്ടില്ല.
ആരണി ആരണി അവനല്ല അവളെ എനിക്ക് സ്വന്തമാക്കണം. അയ്യോ, അവള് ചാക്കോന്റെ ആ മോള്. അങ്ങനെയല്ലടാ, അവളെ എനിക്ക് കെട്ടണം. കെട്ടാനാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എടാ, എവിടെ ചെന്നാലും നിനക്ക് വഴക്കൊഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഒടുവിൽ നാട്ടുകാർ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ തല്ലിക്കൊല്ലുന്ന ഞാൻ കാണേണ്ടി വരും. ഈ വഴക്കിൽ ആരനെ കുറ്റം പറയാനല്ല, അവനാണ് ആദ്യം വഴക്കിൽ വന്നത്. എന്തിന്? ഒരു കാരണമില്ലാതെ വന്നാണോ? എടാ മോനെ, നിന്റെ പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ നിന്നോട് കല്യാണം കഴിക്കണം ഈ അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അത് കേൾക്കാതെ വഴിയെ പോകുന്ന പെമ്പിളരെല്ലാം കയറി പിടിച്ച നാട്ടുകാർ വെറുതെ വിടുവോ? അപ്പൻ അനാവശ്യം പറയരുത്. ഞാൻ ആരും കയറി പിടിച്ചില്ല. അത്രയും നല്ലത്. ഏതായാലും ഒരു കാര്യം ഞാനിന്ന് ഉറപ്പിച്ചു, ഇനി തന്നെ ഇങ്ങനെ തൊടലൂരി വിട്ടാ പറ്റില്ല. നീ പറ, ഈ ഇടവകയിൽ നമ്മുടെ ജാതിയിൽപ്പെട്ട ഏത് പെൺകുട്ടി വേണം? ഞാൻ ചെന്ന് ചോദിക്കാം. പറ. എങ്കിൽ അപ്പൻ ഈ പെണ്ണ് തന്നെ ചെന്ന് ചോദിക്കേ, ഞാൻ കെട്ടിക്കോളാം. ആരെ? ചാക്കോച്ചന്റെ മോളെയോ? എന്താ, അവൾ കൊള്ളില്ലേ? അവളുടെ തറവാടും കുടുംബമാണ് ചോദിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നാ അവളുടെ അപ്പൻ ആ ചാക്കോ, അവനെ നിനക്കറിയില്ലേ? അവന്റെ മോളെ കെട്ടാമെന്നാ പറഞ്ഞത്. അപ്പൻ ചെന്ന് ചോദിക്കേ. എന്നിട്ട് നാണം കെടാനോ? എടാ ആന്റണി, നീ അകത്ത് പോ. എടാ അകത്ത് പോവാൻ. അന്തിക്ക് വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ കാര്യം? പത്രോസിന്റെ മോൻ വഴിക്ക് വെച്ച് എന്റെ മോളെ പരിഹസിച്ചെന്നോ, അതിന്റെ പേരിൽ ജോയിയുമായി. എന്താ, അത് ചോദിക്കാനാണോ ചാക്കോച്ചൻ ഇങ്ങോട്ട് കയറുന്നത്? ചോദിക്കാനല്ല, പറയാൻ. എന്റെ മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചേരും. എന്നാൽ അതിന് മുറയുണ്ട്. ചാക്കോ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുറ അറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ എന്റെ മോനോട് ചാക്കോ പൊറുക്കണം. പൊറുക്കാൻ കഴിഞ്ഞുകൊണ്ടാണല്ലോ ഈ നേരത്തെ ഇങ്ങനെ ഞാൻ ഇവിടേക്ക് കയറി വന്നത്. എങ്കിലിരി. ഇരിക്കുന്നില്ല, എനിക്ക് പോണം. എല്ലാം പൊറുത്തെങ്കിൽ ചാക്കോ ഇരിക്കണം. അപ്പോ ഞങ്ങള് കേട്ടത് ശരിയാണ്. വറീതുമായി ഞാൻ പിണങ്ങി. എന്നാലും അവൻ ആ പത്രോസിന്റെ കൂടെ കൂടിക്കളഞ്ഞല്ലോ. കുറച്ചിലായിപ്പോയി. ചാക്കോ അവരുടെ കൂടെ കൂടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അവൻ എവിടെയെങ്കിലും പോയി ചേരട്ടെ. താൻ തന്റെ കാര്യം പറ. താൻ എന്നോട് ഒന്നിച്ചു നിൽക്കുവോ അത് ചാക്കോന്റെ കൂടെ പോവോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാലും നിന്റെ കൂടെ പണിയാനായി എനിക്കിഷ്ടം. നില്ലടാ, ധൃതി കൂട്ടാതെ. ഇനി അതിന് അവൻ വല്ല വഴക്കിനോ വക്കാണത്തിനോ വന്നാ ഞാൻ കുഴഞ്ഞു പോകും. ഫിലിപ്പോസിന് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ വേണ്ട. താൻ ചാക്കോ എന്ന് വിളിച്ചാല് മറുത്തൊന്നും പറയാൻ പോണ്ട. താൻ ചാക്കോന്റെ കൂടെ പോയെന്ന് വെച്ച് എനിക്ക് തന്നോട് വഴക്കൊന്നുമില്ല. ഞാനൊട്ട് പിണങ്ങാനും വരികയില്ല. അല്ല, അതെനിക്കറിയാം. ഞാൻ ഒരൊറ്റ അടി വെച്ച് വന്നാലുണ്ടല്ലോ. താനെന്തിനാ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അവൻ പോട്ടേന്നേ. ഞങ്ങൾ ഒന്നിച്ചു പോയിക്കോളാം. മോള് തനിച്ചേ ഉള്ളൂ. ത്രേസ്യ ഇന്ന് അവളുടെ വീട്ടിൽ പോയിരിക്കുക. എന്നാ ഇവനെ പറഞ്ഞുവിട്. ഉതുപ്പ് നിന്റെ മോൾക്ക് കൂട്ടിനിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ എന്ന് മോളോട് പറഞ്ഞേര്. ഞാൻ വന്നിട്ടേ നീ പോവുള്ളൂ കേട്ടോ. അപ്പൊ പള്ളിക്കാർ വന്നു. കരാർ ഉറച്ചോ? തുക കൊണ്ടൊത്തില്ല. അവര് പത്രോസിന്റെ അടുത്ത് പോയതിനു ശേഷം എന്റെ അടുത്ത് വന്നു. ഇനിയും വരാൻ പാടില്ലാതൊന്നുമില്ല. നീ വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ വാ, നമുക്ക് ആ നായരുടെ കട വരെ ഒന്ന് പോയിച്ചു വരാം. നായരുടെ കടയോ? ഏത് നായരാ ഇവിടെ ചാരായക്കട പറഞ്ഞു വെച്ചിരിക്കുന്നത്? ചാരായോ? ചായ കുടിക്കാനാ വിളിച്ചത്. വാ. ചായയാണോ? എന്നും അവളുടെ രാവുകൾ.
ആരാ? ഞാനാ. പുതുപ്പ് മേരിയുടെ അപ്പം കുറെ സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ട്. എന്നാ അടുക്കള തന്നെ വെച്ചോ, ഞാൻ എടുത്തോളാം. ആ ആ. മേരിക്കുട്ടി തരുന്നേ സോപ്പ് ഒന്ന് എടുത്തു തരാമോ? സോപ്പ്. ആ. പിന്നെ എന്നോടിവിടെ മേരിക്കുട്ടിക്ക് കൂട്ടിനിരിക്കാൻ പറഞ്ഞു. മേരിക്കുട്ടിയുടെ അപ്പൻ ഇരുന്നോട്ടെ. ഇരുന്നു, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. ചേട്ടാ, കാപ്പി വേണോ? ചേട്ടാ, 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 അച്ഛാ, അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ തെറ്റിപ്പോയി അച്ഛാ. നീ ചെയ്തത് പാപമാണ്. എന്നാലും ഈ കണ്ണുനീർ നിന്റെ പശ്ചാത്താപം വെളിപ്പെടുത്തുന്നു. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ദൈവം നിന്നെ ശിക്ഷിക്കില്ല. എഴുന്നേൽക്ക്. നേരിയ നിനക്ക് ഇഷ്ടമാണ്. ശരി, ഈ കാര്യം ഇനി നീ ആരോടും പറയരുത്. ഞാനൊരു വഴി ആലോചിക്കുകയാണ്. എടി പെണ്ണെ, ഞാൻ പറയുന്നത് കേക്ക്, അതാ നിനക്ക് നല്ലത്. ഞാൻ പോവില്ല. എന്റെ കർത്താവേ, അങ്ങനെ ഇത് അറിഞ്ഞാൽ എന്നെയും കൊല്ലും, നിന്നെയും കൊല്ലും. കൊല്ലട്ടെ. എന്റെ പൊന്നു മോദി, അമ്മയ്ക്ക് പറയുന്നത് കേക്ക്. നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെങ്കിൽ അപ്പച്ചനോട് പറഞ്ഞ് പിന്നീട് വേണ്ടെന്ന് വെപ്പിക്കാം. വിളിച്ചിട്ട് ചെല്ലാതിരുന്ന വന്നിരിക്കുന്നവരെന്ത് വിചാരിക്കും? എനിക്ക് തന്റെ മോളെ കാണണമെന്നൊന്നുമില്ലായിരുന്നു. നേരത്തെ ചെറുക്കം കണ്ട് ബോധിച്ചല്ലേ. ഇതൊരു നാട്ടാചാരം. എന്തേ വിളിച്ചോ? ലിസി, മോളെ ലിസി. തന്റെ മോള് മേടിക്കുക. ഈ രാത്രി നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഇല്ല ജയ, എന്നെ എപ്പോ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. അറിയാം.
എങ്കിലും എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന്. ജോയ്, എനിക്ക് പേടി തോന്നുന്നു. നീ പേടിക്കണ്ട. നിന്റെ അപ്പനല്ല, ആരെതിർത്താലും നിന്നെ ഞാൻ കിട്ടും. നീ എന്റെയാണ്, എന്റെ മാത്രം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. ജീവിതം കോമളം മോഹനം സുന്ദരം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. പൂത്തിരിത്തിരമാലനെയും രാസപുഷ്പങ്ങൾ, മേഘവർണ്ണ കീറിലെഴുതും ദീപരൂപങ്ങൾ. പൂത്തിരിത്തിരമാലനെയും രാസപുഷ്പങ്ങൾ, മേഘവർണ്ണ കീറിലെഴുതും ദീപരൂപങ്ങൾ. എങ്ങും പിണരിന്മേൽ പിണർ വീശും ലീലാജാലങ്ങൾ, രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തേനി നിർത്തും കേളി നളിനങ്ങൾ. ജീവിതം കോമളം മോഹനം സുന്ദരം. രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ, ഉന്മാദം തേനി നിർത്തും കേളി നളിനങ്ങൾ.
സൗവർണങ്ങൾ മനസ്സിൽ സങ്കൽപ്പങ്ങൾ നഭസിൽ സൗവർണങ്ങൾ മനസ്സിൽ സങ്കൽപ്പങ്ങൾ രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ ജീവിതം കോമളം മോഹനം സുന്ദരം രോമാഞ്ചം പൂത്തു നിൽക്കും ശാഖാശിഖരങ്ങൾ ഞാൻ നിർബന്ധിച്ചെന്ന് വരരുത്. ഫിലിപ്പോസ് നന്നായി ആലോചിച്ചതിന് ശേഷം തീരുമാനം പറഞ്ഞാൽ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല ചോ. ഈ നിലയിൽ എന്റെ മോളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യം. ഉതുപ്പിനെ നിന്റെ മോൾക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ ഇഷ്ടം നോക്കണ്ട. എന്നാൽ ഈ ബന്ധം ചെറുക്കന്റെ സ്വന്തക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കണ്ടേ? അവന് സ്വന്തമെന്ന് പറയാൻ ചാക്കോയല്ലേ ഉള്ളൂ. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എല്ലാ അച്ഛന്റെ കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. ആ പിന്നെ ഒരു കാര്യം, ഫിലിപ്പോസ് നന്നായി കുടിക്കും ഇല്ലേ? മദ്യം വിഷമാണ്. ഇല്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. എന്റെ മോളെ പറ്റിയുള്ള സങ്കടം കൊണ്ട് കുടിക്കുന്നതാ. ഇനി ഞാൻ കുടിക്കില്ല ചോ, ഇനി ഞാൻ കുടിക്കില്ല. ചെറുപ്പം മുതലേ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ട് അത് ചെയ്ത് പഴയ്ക്കുന്നു. ഞാൻ വന്നത് നമ്മുടെ കല്യാണക്കാരെ ആലോചിക്കാനാണ്. നമുക്ക് മനസ്സുയോജ്യം നിശ്ചയിക്കണ്ടേ? അതിനൊരു ദിവസം കാണണ്ടേ? ആ വരട്ടെ. എനിക്ക് ഈ കല്യാണ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. അതെന്താ ചാക്കോച്ചന് ഇപ്പൊ അങ്ങനെ തോന്നാൻ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും 4 ദിവസങ്ങളും ഇവിടെ കൂടണ്ടേ? അവർക്ക് കിടക്കാൻ ഒരു അറയൊരുക്കണ്ടേ? പിന്നെ ചില്ലറ ചെലവുകളും. 4 ദിവസമല്ലേ, പിന്നെ അവരെന്റെ പുരയിലേക്കല്ലേ വരുന്നത്. അറയൊന്നും ഒരുക്കണ്ട. ചെലവിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞില്ലേ സ്ത്രീധനമായിട്ട്? അതുകൊണ്ടായില്ല. എന്റെ കർത്താവേ, ഇനിയിപ്പോ പണത്തിന് ഞാൻ... ഫിലിപ്പോസ് ചേട്ടന് ഈ കല്യാണം നടന്നു കാണാൻ അത്ര ആഗ്രഹമാണ്? എന്ത് ചോദ്യമാണ് ചാക്കോ ഇത്? എല്ലാം നിശ്ചയിച്ചുറച്ച് നാട് മുഴുവൻ പാട്ടായ കാര്യമല്ലേ ഇത്? ഇത് മുടങ്ങിയാൽ... മുടങ്ങില്ല. ഞാനൊരു വഴി പറയാം. ചേട്ടൻ അതുപോലെ ചെയ്താൽ നമുക്ക് ഉടനെ കല്യാണം നടത്താം. പറയൂ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ എന്റെ കരൾ വിഴിഞ്ഞു തരാൻ വരെ ഞാൻ തയ്യാറാണ്. എന്റെ മകളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? അടുത്ത വെള്ളിയാഴ്ച വെടിക്കെട്ടാണ്. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ മറിയതിന്റെ കൂട്ടത്തിലല്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഞാൻ ചോദിച്ചത്. ചേട്ടന് മനസ്സിലായില്ലേ? ആ വറീതിന്റെ ഒച്ച പൊങ്ങരുത്. എന്റെ ചാക്കോ, നീ പറഞ്ഞു വരുന്നത്? ഇല്ല, അത് മാത്രം പറയരുത്. ഞാൻ ചെയ്യില്ല. കൂടെ നിന്ന് ചതിക്കുക. ഓ ദൈവദോഷം. ഇല്ല, ഞാൻ ചെയ്യില്ല ചാക്കോ, ഞാൻ ചെയ്യില്ല. എങ്കിൽ പൊയ്ക്കോ. ആ കുരുടി പെണ്ണിനെ കെട്ടാൻ വേറെ ചെറുക്കനെ അന്വേഷിച്ചു. ചാക്കോ,
വിളിച്ചൊന്ന് കേൾക്കരുതല്ലേ? ഫിലിപ്പോസോ, നീ എവിടെ പോയിട്ടായിരുന്നു രാത്രി? പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. എന്റെ കർത്താവ്, എന്നോട് പൊറുക്കണേ. എന്റെ കണ്ണുപൊട്ടിയായ മോൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. നീ എവിടെയായിരുന്നടാ? പള്ളി. നിനക്കെന്താ സുഖമില്ലേ? ഇല്ല. സുഖമില്ലെങ്കിൽ ചേട്ടൻ വരണ്ട. തീരെ വയ്യെങ്കിൽ നീ വരണ്ട. വാടാ മോനെ, സമയമായി, വാ. കണക്കില്ലായില്ലോടാ മോനെ.
എന്താപ്പാ? ഫിലിപ്പോസോ, നീ എവിടെ പോയിട്ടായിരുന്നു രാത്രി? പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. അവൻ നമ്മളെ പറ്റിച്ചു പോയി. അതാ കിടക്കുന്നു പറയുന്നത്. എലി ഒച്ച പൊങ്ങില്ല. എടാ ഫിലിപ്പോസേ, എടാ യൂദാസേ, കഥ തുറക്കടാ. എടാ എരപ്പാളി, നിന്നെ ഞാൻ ഇന്ന് അരിഞ്ഞ് 2 കഷമാക്കൂടാ. എന്നാലും നീ എന്നോട് ചെയ്യാൻ പാടില്ലടാ. എടാ മനുഷ്യനായി കഴിഞ്ഞാൽ തന്തയ്ക്ക് എനിക്കണോടാ. എടാ വാക്കിന് നെറുവാടാ എരപ്പാളി. എന്താ നിന്നെ ഞാൻ കേട്ട തായ നിന്നെ കൊന്നോളൂ. നിന്നെ എന്നാലും എന്റെ ഫിലിപ്പോസ്, നീ എന്നോട് ചെയ്യുന്നതായിരുന്നടാ. എന്നോട് ചെയ്യുന്നതായിരുന്നു. എന്താണപ്പാ? മോളെ, ഇവനെ പ്രസവിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ പെങ്ങളും പോയി. അതിൽ പിന്നെ ഇവന് പെടാ വളർന്നത്. അതൊന്നും എനിക്കറിയില്ലേ. അപ്പോ കല്യാണം നമുക്ക് കൂടുതലങ്ങ് നടത്താം. അത് വേണ്ട. എനിക്ക് ഒരു മോളെയുള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അത് ഞാൻ തനിച്ച് നടത്തും. ഈ രാജ്യക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അന്തസ്സായിട്ട് നടത്തും. അതിന് എനിക്ക് പത്രോസ് ചേട്ടൻ കുറച്ച് സമയം തരണം. ചാക്കോച്ചന്റെ ഇഷ്ടം. എന്താ പത്രോസ്? മീനെടുത്തോണ്ട് വേടാ. അത് മുഴുവൻ കഴിഞ്ഞ ഇല്ല, എപ്പ തീരും? ഇതാണ് ഇവന്റെ മണവറ. ഇത് മതിയോടാ നിനക്ക് നിന്റെ കെട്ടിയോക്കും കിടക്കാൻ. അല്ലെങ്കിൽ ഞാൻ നിനക്ക് പുതിയൊരു മാളിക പണിയിച്ചു തരാം. വേണ്ട, അവൻ ഇതുവൻ അല്ലടാ മോന്. മതി. ഏതായാലും പുതുതായി കല്യാണം കഴിക്കാൻ പോയല്ലേ, എന്റെ വക സമ്മാനം ഇരിക്കട്ടെ. കുടിവാൻ വാങ്ങിച്ചോ? വാങ്ങിച്ചടാ. എന്നാ വാങ്ങിച്ചു കുടിക്കടാ. കാളർച്ചി വരച്ചിട്ട് കാളർച്ചി വരച്ചത് എടാ, നീയും കുടിച്ചോ? കുടിച്ച് കാളർച്ചി വരച്ചേ. എന്റെ കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. കാള കാള. മോളെ, അവര് പോവാൻ തുടങ്ങുന്നു. പോട്ടെ, അതിന് ഞാനെന്ത് വേണം? നിന്നോട് യാത്ര ചോദിക്കാൻ നിൽക്കുക അവര്. എവിടെ മരുമകൾ? എനിക്ക് അവിടെ ഒന്ന് കാണണം. മോളെ ലിസേ, എവിടെയാ മോള്? അവൾ അകത്തുണ്ട്. നാണിച്ചിട്ടാ. അവളുടെ ഒരു നാണം. വിളിക്കണേ. ഇനിയിപ്പോ ഈ നിലയിൽ അവളെ കാണണ്ട. ഈശോമതിയാരും സുഖിയായിരിക്കട്ടെ. എന്താടാ? ഞാൻ അത് പുതു
എപ്പോഴെന്റെ കല്യാണം? അതിന് സമയമാകുമ്പോ എണീറ്റ് പോടാ. അവിടെ ഇരിക്കട്ടെ. എനിക്കെപ്പോഴും ഉടുപ്പ് എടുക്കണം. ഉടുപ്പോ? കുപ്പായം കല്യാണത്തിന്. ആ, അത് വാടകയ്ക്ക് എടുക്കാം. അത് വേണ്ടേ? വേണ്ടേ? ഒറ്റ തൊഴിൽ എന്നാലുണ്ടല്ലോ. അത് കുപ്പായം. ആരാണോ അതിനൊക്കെ കാശ് ചെലവാക്കാൻ? കാശിന്റെ പെണ്ണപ്പം എന്ത് പറഞ്ഞു? നിങ്ങളോട് കണക്ക് നോക്ക്, എന്നെ തല്ലി ഞാൻ പിടിച്ച് ഒക്കെ ചർച്ചിടുവാ. എന്തൊക്കെ ആവുന്നുണ്ട് കേട്ടാ. എന്താടാ ഇത്? ഛർദി ഛർദി ഛർദി. നിന്നെ ഇതെത്ര തൂക്കം? 3/4 പവന് ഒരു വീശത്തൂക്കം കുറയും മോളെ. പവന് എന്താ വില? തീരെ കുറഞ്ഞുപോയി. കുറച്ചുകൂടെ കട്ടി വേണ്ടിയിരുന്നു. പിന്നെ കട്ടി കൊട്ടാരത്തിലെ കുട്ടിയല്ലയോ? ഇതിനു തന്നെ അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെട്ട് ആരോടൊക്കെ ഇരവ് വാങ്ങിയെന്നറിയാവോ? അപ്പാ, ഇരവ് വാങ്ങി എന്തിനാണപ്പാ? എനിക്ക് പണ്ടും തീർപ്പിച്ചത് വേണ്ടായിരുന്നു. മോളെ, അപ്പൻ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. ഇല്ലേ അപ്പാ? ഇല്ല മോളെ, അപ്പന് നിന്നെ കൊണ്ട് ഒരു കഷ്ടപ്പാടുമില്ല. എന്റെ മോള് ദുഃഖിക്കുന്നതിലാണ് അപ്പന് സങ്കടം. ഒരു സങ്കടക്കാര്. മോളെ ലിസി, ഇതെടുത്ത് പെട്ടിയിൽ വെച്ചിട്ട് പള്ളിയിൽ പോകുമ്പോ ഇടാം. കല്യാണം വിളി എല്ലാം കഴിഞ്ഞോ? ഇന്നലെ മിനിയാന്നുമായിട്ട് ആ ജോലി അങ്ങ് തീർത്തു. എന്നിട്ട് ഇതുവരെ എന്നെ ക്ഷണിച്ചില്ലല്ലോ. നിന്നെ ക്ഷണിക്കത്തില്ല, നീ ചെറുക്കന്റെ പാർട്ടിയാ. അല്ലപ്പാ, ലിസി നമ്മുടെയാ, എന്റെ. എന്നാ ഇപ്പൊ തന്നെ നീ അങ്ങ് ക്ഷണിച്ചോ. മോളെ, അപ്പനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. അപ്പാ, മരീത് ചേട്ടനെയും ജോയിമോനെയും വിളിക്കില്ലേ? മേരി, നിന്റെ അപ്പം പോയി. ലിസി, അപ്പനും മരീത് ചേട്ടനുമായി പിണക്കമാണോ? എനിക്കറിയില്ല. പിണങ്ങിയാലും ജോയിമോൻ വരുമായിരിക്കും. നീ വാ. മേരി, ഉതുപ്പിയേട്ടന് നിനക്കിഷ്ടമായോ? കല്യാണം ഉറപ്പിക്കുമ്പോ എന്റെ ഇഷ്ടം ആരും അന്വേഷിച്ചില്ല. ഞാൻ കുരുടിയല്ലേ? നീ സങ്കടപ്പെടരുത് മേരി. ഉതുപ്പിയേട്ടൻ എന്തായാലും നിന്നെ ഉപദ്രവിക്കില്ല, നിന്റെ മനസ്സ് നോവിപ്പിക്കില്ല. ചിരിക്കൂ. നാളെ പള്ളി പോകാനുള്ളതാണ്. മണവാട്ടി ഇങ്ങനെ കരയരുത്. ലിസി, ആ പെട്ടി തീർക്കൂ. അതിനകത്തൊരു പൊതിയുണ്ട്, അതിങ്ങെടുക്കൂ. ഇതെന്തിനാ ഇപ്പൊ എടുത്തത്? ആവശ്യമുണ്ട്. ലിസി കൈനീട്ടു. പ്രാർത്ഥിക്കാനല്ല ലിസി ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല. മേരി, ഇനി ഇത് നിനക്കുള്ളതാ. ജോയിമോൻ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിലും എന്നോട് പിണങ്ങിയാലും എനിക്ക് പിണക്കമില്ലെന്ന് പറയണം. എനിക്ക് ആരോടും പിണങ്ങാൻ അറിയില്ല ലിസി. ലിസി, ജോയിമാൻ വന്നോ? ഇല്ല.
അവളെ വിളിച്ചു കൊടുക്കണ്ട, തൊട്ടുകളി വേണ്ട. മേരിക്കുട്ടി, ജോയിമോൻ, നിന്റെ വിവാഹം കാണാൻ ഞാൻ പുറത്തുണ്ടായിരുന്നു. ദാ എന്റെ വിവാഹ സമ്മാനം. വാങ്ങിക്കോ. ഇതിനകത്ത് എന്താണ്ട് നോട്ട് ഇങ്ങോട്ട് കൊണ്ട് വീട്ടിൽ പോയിട്ട് അഴിച്ചു നോക്കെ. കളിക്കണ് കളിക്കണ്. എന്താടാ? ആര്? ചെരുപ്പ് ചെരുപ്പ്. എന്റെ മേരിക്കുട്ടിക്ക് സ്വന്തം ജോയിമോൻ. മേരി, ഇതാ ജോയിമോൻ തന്ന സമ്മാനം. അഴിച്ചു നോക്കട്ടെ. ഇതെന്താണെന്നറിയാമോ? ഒരു സാരി, ചുവപ്പ്. ചുവപ്പ് ജോയിമോൻ മറിഞ്ഞില്ല. ഇതെവിടെ വെക്കേണ്ടത്? ഇത് ഉതുപ്പിയേട്ടന്റെ പെട്ടി വെക്കാം. വേണ്ട, അതെനിക്ക് വേണ്ട. അതെന്താ? ജോയിമോൻ ഇഷ്ടപ്പെട്ട് തന്നല്ലേ? വാങ്ങുന്നവർക്കും ഇഷ്ടം വേണ്ട ലിസി. അത് നീ എടുത്തു. മേരി, പാടില്ല. ഏതായാലും ജോയിമോന് നിന്നോട് പിണക്കൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് വരുമായിരുന്നു. ഞാൻ ഏതായാലും ഇത് പെട്ടിയിലെടുത്ത് വെക്കാം. നേരെ പാതിരയായി. ഇങ്ങനെ പോയാൽ വെളുക്കുന്നത് വരെ കുടിച്ചുകൊണ്ടിരിക്കും. നീ വാടി പെണ്ണ്, നമുക്ക് കിടക്കാം. നേരെ തനിച്ചാവൂലേ? തനിച്ചാക്കാതെ നീ അവളുടെ കൂടെ കിടക്കാൻ പോവാ. അതിന് അവനിങ്ങി വരും ഉതുപ്പ്. നാളെ വെളുക്കുന്നതിന് മുമ്പ് എണ്ണിക്കേണ്ടതാ. നീര് മുക്കുന്നതിന് മുമ്പ് വിരുന്നുകാരിങ്ങി വരും. എനിക്ക് എന്റെ നടു വേദനിക്കുന്നു. നീ വാ. നീ പൊയ്ക്കോ ലിസി. എന്തൊരു നഖം എടി! ഇത് വെച്ച് ഉതുപ്പേട്ടനെ മാന്തിക്കളയരുത് കേട്ടോ, പാവോ. കാര്യം എന്തായാലും നമ്മുടെ കല്യാണം കേമായി. അതെയോ? എങ്കേവുമായി. ശരിയാ. ഇനി നമ്മൾ കൂടുന്ന ചാക്കോച്ചന്റെയും പത്രോസിന്റെയും മക്കളെ കല്യാണത്തല്ലേ? അന്ന് ഇതൊന്നും പോരാ, മറ്റേവനെ വരുത്തണം. റമ്മനെ വരുത്തും. നിങ്ങൾ കണ്ടോ, അന്ന് ഞാൻ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരും, ഉടുപ്പിച്ച് കണ്ടോ. കുടിയടാ കൊച്ചിനടാ, കുടി മോനെ. എനിക്ക് വേണ്ട. ഉതുപ്പേ കുടിയടാ, കൊച്ചു മോനെ കുടിയടാ. നല്ല മണവാൾ ഉറക്കം വേണം. ശരിയാ, നമ്മള് കുടിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ട് ചാക്കുവോ? നിനക്ക് പോണോടാ? പോണം. എന്നാലിപ്പോ പോണ്ട, അവിടെ ഇരി. കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും തിരക്കായി. അവൾ അവിടെ തന്നെ കാണും. മണവാടി പുള്ളിക്കാരനെ കാതിരിക്കാം. ഇതും പറഞ്ഞ് നീ എന്നെ പിടിക്കുന്നു വേണ്ട, ഞാൻ ശരിയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഈശോ മസിയാക്കി സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ട് കയറി ചെല്ലടാ മുറിയിലോട്ട്. നിനക്കെന്താ നാണാവും? അവള് നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? കുറച്ച് അടി വെച്ചു ഞാൻ. എല്ലടാ, അമ്മ അതിലടച്ചേക്ക്. ഞാൻ പത്രോസിനെ അയച്ചിട്ട് വരാം. അമ്മ അതിലടച്ചേക്കേ.
പേടിച്ചോ? പറ. ഇന്നലെ ഉറക്കൊളച്ചതിന്റെ കേട്. ചെല്ല്, നേരുകുട്ടിയെ വിളിച്ച് കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. അമ്മച്ചി വെള്ളം കോരി വെച്ചിട്ടുണ്ട്. വാ. മണവാട്ടി, ഒന്ന് എണീറ്റേ. ഞാൻ ഉറങ്ങിപ്പോയി. പുതുപ്പേട്ടിലെന്തേ? നേരത്തെ എണീറ്റ് പോയോ? സാധാരണ 10 മണി വരെ കിടന്നുറങ്ങുന്ന ആളാ. ആ ആള് സ്നേഹമുള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്? എന്തേ? സ്നേഹമുള്ള ആള് നോവിക്കോ? പുതുപ്പിയേട്ടൻ നിന്നെ നോവിച്ചോ? ഇതാ നോക്കൂ. പറഞ്ഞനുസരിക്കില്ല. ആസത്ത് നേരി വാ കുളിക്ക്. നീ ഇന്നലെ എവിടെയാണ് കിടന്നുറങ്ങിയത്? നിന്നെ ഞാനിന്ന് കൊല്ലാൻ നോക്കിക്കാം. നീ ആണോ കെട്ടിയ പെണ്ണിനെ അമ്മാവിനെ തനി തറയിലാക്കി കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നല്ലടാ. നിന്നെ ഞാൻ പറയാ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലടാ. ഞാൻ കൊല്ലാം. എന്റെ മോളെ, ഇന്നലെ ആ ദുഷ്ടൻ നമ്മളെ ചതിച്ചു. ഇവനെ ഇതിനകത്താക്കി കാലമാണ്. ഇടവക്കാര് കേൾക്കും, വിരുന്നുകാര് കയറി വരും. എന്താ കർത്താവേ, ഇതെല്ലാം കാണാനും കേൾക്കാനും എന്നെ ഈ നരകത്തിലിട്ടിരിക്കുകയാണോ? ആര്? ഉതുപ്പാ? നിന്നെ ഇന്ന് കാണില്ലെന്ന് കരുതി. എന്താടാ ഗൗരവം? പെണ്ണുകെട്ടി ഗമയായിരിക്കും. എന്താ നോക്കുന്നേ? കണ്ണിന്റെ പോള പൊങ്ങുന്നില്ല. ആ, ഇന്നലെ രാത്രി അവൾ ഉറങ്ങാൻ സമ്മതിച്ച് കാണില്ല. നിനക്ക് എന്താടാ? എന്തൊരിപ്പാ, നേരെ 3 മണിയായി. എന്നാ നിങ്ങൾ കഴിച്ചോ. ഉതുപ്പ് വന്നാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവാം. അയ്യോ, അതിന് നിങ്ങളുടെ പൊന്നുമോളെ സമ്മതിക്കണ്ടേ? അവൻ വരാതെ തിന്നത്തില്ലെന്ന്. ഒരു ദിവസം അവന്റെ കൂടെ അന്തി ഉറങ്ങിയതേ ഉള്ളൂ. അവിടെ ഒരു പ്രേമം. നിന്റെ നാവും നടക്കിക്ക്. ഇന്ന് അവരുടെ വിരുന്ന. അവൾ അവന്റെ കൂടെ ഇരുന്ന് ഉണ്ണുന്നതാ ശരി. എനിക്ക് വെച്ചേക്കുന്നു. നീ അവിടെ നിന്ന് കഴിച്ചില്ലേ? കഴിച്ചു. എന്തോ കുലുവായിരുന്നിട്ട് അവിടെ കഴിക്കാൻ. ആ എന്നാമ്മയുടെ ലിസിപ്പെണ്ണിന്റെ മുഖം എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും കറുത്തങ്ങ് തുടുത്തു. കല്യാണപ്പിറ്റേന്ന് കയറി ചെന്നല്ലേന്ന് കരുതിയാ, അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചോദിച്ചേനെ. എടി ത്രേസ്യ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് എന്റെ പ്രാണം പോന്നു. എന്നാ പോയി തിന്ന്, വെട്ടി വിഴുങ്ങ്. ബാക്കി വല്ലതും കൊണ്ട് ഞങ്ങൾക്ക് വെച്ചാ മതി. മോളെ മേരി, അപ്പനൊന്ന് ഇറങ്ങിയിട്ട് വരാം. അവൻ എവിടെ പോയെന്ന് നോക്കട്ടെ. മേരിക്കുട്ടിക്ക് അറിയുമോ? ഇല്ല, ഇതുവരെ അറിയില്ല. പുതുപ്പിനോ? അറിയാമെന്ന് തോന്നുന്നു. അവനറിഞ്ഞാലും ഇല്ലെങ്കിലും
ഒരുപോലെയാ. മേരിക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അത് മറന്നുകളെ ജോയി. ഓർക്കുമ്പോൾ ദുഃഖം കൂടും. മറക്കാൻ കഴിയില്ല ലിസി. എന്റെ ജീവിതകാലം മുഴുവനും ഇക്കാര്യം എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇതെന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പറയരുതായിരുന്നു. ചിലപ്പോൾ ഈ നിലയിൽ നിന്നെ നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാവാൻ തോന്നുന്നില്ല. ജോയ്, ഒരു സത്യം പറയുന്നു. ഞാൻ നിന്നോട് കളവ് പറയാറില്ലല്ലോ. ജോയ്, മേരിക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കവളെ ആരെക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനുമായി ഇത്ര അടുപ്പമില്ലായിരുന്നെങ്കിൽ ജോയ്മോൻ മേരിക്കുട്ടിയെ കിട്ടുമായിരുന്നു, ഇല്ലേ? ലിസി, എന്താ നീ പറഞ്ഞത്? പെണ്ണ് അവൾ ആരായാലും അസൂയുള്ളവളാണ്. ഞാൻ മേരിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ആ വഴിയിൽ ചിന്തിച്ചു. ലിസി, അവളെ ഞാൻ സ്നേഹിച്ചത് ഒരു പെങ്ങളായിട്ടാണ്, കാമുകിയായിട്ടല്ല. ആയിരിക്കാം. എന്നാൽ മേരിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടനല്ല, കാമുകനാണ്. ലിസി, എനിക്കറിയാം. വിരുന്നുകാര് മടങ്ങി വന്നില്ലേ? ഇല്ല. 4 ദിവസം അവരിവിടെ താമസിക്കുന്നല്ലേ പറഞ്ഞത്? അവളിനി വരില്ല. പിന്നെ ആർക്കാടി ഇവിടെ അറിയൊരുക്കിട്ടത്? അത് നിങ്ങളല്ലേ ഇന്നലെ രാത്രി ഇത് ഉപയോഗിച്ചത്? പറഞ്ഞു. എല്ലാം പറഞ്ഞു. പേരിപ്പോത്തേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എന്റെ അമ്മച്ച തൊട്ടു പോകരുത്. നീയോ? നീ എനിക്കിത് കത്തിവെക്കുന്നോ? പോകത്ത് ഇതിനെ കൊല്ലുകയാണ് ഞാൻ. എങ്കിൽ കൊല്ലപ്പാ, ഞങ്ങൾ രണ്ടുപേരെയും കൊല്ല്. ഈ പുരയ്ക്കകത്ത് നരകിച്ച ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്. കൊല്ലാൻ. അകത്തു പോ, ഒന്നും പറയണ്ട. പറയും. ഇതുവരെ ഞാൻ സഹിച്ചു, എല്ലാം സഹിച്ചു. ഇനി വയ്യ. നിനക്കെന്റെ സ്വഭാവം അറിയില്ല. അറിയാം അപ്പ, എന്നാൽ അപ്പനെ മകളെ അറിയില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഈ ചുവരിനപ്പുറത്ത് എല്ലാം കണ്ടും കേട്ടും ഉറങ്ങാതെ കണ്ണീരൊലിപ്പിച്ചു കിടന്ന ഈ മകളെ എന്റെ അപ്പൻ അറിയുമോ? എന്താ അപ്പനൊന്നും മിണ്ടാത്തത്? ഇനി എന്റെ അമ്മച്ചിയുടെ ശരീരത്തിൽ അപ്പന്റെ കൈ വീണാൽ എന്നെ കൊല്ലേണ്ടി വരില്ല. ഞാൻ തന്നെ അപ്പന് ചത്തു തരും. മോളെ, അമ്മച്ചിയുടെ പൊന്നു മോളെ. പുതുപ്പേ, എന്താ ഉതുപ്പേ? എന്തു പറ്റി? അപ്പോ എല്ലാം ഏറ്റല്ലോ? ഓ, എല്ലാം ഭംഗിയായി തന്നെ നടക്കും. പേരിപ്പോത്തേട്ടൻ ഇവിടെ വന്നപ്പോ ഇന്നലെ രാത്രിയിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് വേണോ? എനിക്ക് പറയാനുള്ളത്, അന്നാമ്മ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ? അന്നാമ്മ എന്നോട് വല്ലതും പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എന്തോ ഓർത്തോണ്ട് പറഞ്ഞതാ.
ഫിലിപ്പോസ് ചേട്ടൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? ചാക്കൊക്കെ അറിയാമല്ലോ, പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടാ ഞാൻ കല്യാണത്തിന് ചെലവിട്ടത്. അന്നത്തോടുകൂടി വറീതും ഞാനുമായിട്ട് പിണങ്ങി. എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഒരു വീട് കഴിയണ്ടേ, കടക്കാര് പുറമേ. ചാക്കോ പുതിയ പണിയേറ്റെന്ന് കേട്ടു. ശരിയാ, ഇപ്പൊ പോയവരുമായി സംസാരിച്ച് അത് ഉറപ്പിച്ചു. എങ്കിൽ എന്നെ കൂടെ. ചേട്ടൻ അറിയാമല്ലോ, അപ്പോ അവരുടെ കൂടെ സമ്മതമില്ലാതെ എങ്ങനെയാ? ചാക്കോ പറഞ്ഞാൽ പത്രോസ് തട്ടില്ല. അവൻ എന്നെ അറിയാം. അറിയാം, അതാണ് കുഴപ്പം. ഇക്കാര്യത്തെ പറ്റി ഫിലിപ്പോസ് ചേട്ടൻ എന്നോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പത്രോസിനോട് പറഞ്ഞതാ. എന്നിട്ട് വറീദിന്റെ കൂടെ നിന്ന് അവനെ ചതിച്ച ഫിലിപ്പോസ് നമ്മുടെ കൂടെ വന്നാൽ ഒരവസരത്തിൽ നമ്മളെയും തിരിഞ്ഞു കുത്തിയാലോ എന്നാണ് അവൻ ചോദിച്ചത്. അന്നാമ്മച്ചെടുത്തി അടിച്ചത് എന്നെ പൊള്ളിച്ചെന്നറിഞ്ഞിട്ടാണോ? എന്തായാലും എന്നെ കെട്ടിയ ആളല്ലേ. എനിക്ക് നൊന്തെങ്കിലും ഞാൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞില്ലേ മേരി? ഇല്ല, ആ ആൾക്ക് അതിന്റെ പേരിൽ ഇന്നും എന്നോട് പിണക്കമാണെന്നാ തോന്നുന്നേ. ഉടുപ്പിയേട്ടൻ നിന്നോടൊരു പിണക്കവും ഇല്ല. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത്? മേരിക്കുട്ടി കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണല്ലേ, നീ അവളെ നോവിച്ചു. അവളെ നോവിച്ചത് ഞാനല്ല. അത് അവളെങ്ങനെ അറിയും? അവൾക്കാരെയും കാണാൻ കഴിയില്ലല്ലോ. നീ ആ മുറിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നാളെ നിനക്ക് കാണാമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോ കുറ്റം ആരുടെയാ? നിന്റെ അല്ലേ? എന്നിട്ടും നിനക്ക് അവളോട് ദേഷ്യം. എനിക്ക് അവളോട് ദേഷ്യമില്ല. ദേഷ്യമില്ലെങ്കിൽ പിന്നെ നീ എന്താ അവളുടെ വീട്ടിൽ പോവാത്തത്? പേടിച്ചിട്ടാ. ആരെ? ചാക്കോ ചേട്ടനെ? നീ അവളുടെ വീട്ടിൽ പോയാ ചാക്കോ ചേട്ടൻ സന്തോഷിക്കുകയുള്ളൂ. ആര് പറഞ്ഞു? ഞാൻ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ലിസി, ലിസി, ഞാൻ ഉതുപ്പിനെ കണ്ട് എല്ലാം സമ്മതിപ്പിച്ചു. എങ്കിൽ ഞാനിപ്പോഴും അങ്ങോട്ട് പോകും. വേണ്ട, നാളെ കാലത്ത് പോയി അന്വേഷിച്ചാൽ മതി. എന്നോട് പിണക്കമാണോ? ഇല്ല. ഞാൻ ഉതുപ്പ്. എന്താ? അപ്പോ അന്ന് അന്ന് ചെല്ലിതല്ലോ. ഇന്നലെ മണവാളൻ അറബുകിയ ക്ഷീണത്തിലാ കൂട്ടുകാരി എന്ന് വിളിച്ചുണത്ത്.
മണിയടിച്ചു വെറുതെ ഒന്നുമില്ല. ആ എമ്മാടി. നിർത്തൂ, നിർത്താൻ. എന്താ ഉടുപ്പേ? അച്ഛോ, എന്റെ മേരിക്കുട്ടി ചത്തു. പൊന്നു അറിയില്ലേ, എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്, എനിക്ക് മാപ്പ് താ. ഞാൻ ചെയ്തതെല്ലാം ഈ അനന്തതയിൽ ഈ ഭാരതയിൽ പോകാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. ആരുടെ? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങില്ല. എന്നെ രക്ഷിക്കാൻ ജോയിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ജോയി പോയിക്കൊള്ളൂ, ഞാൻ സ്വയം രക്ഷപ്പെട്ടുകൊള്ളാം. ലിസി, എന്നെ തടയരുത്. നീ എവിടെ പോകുന്നു? എന്റെ വഴിക്ക്. അങ്ങനെ നിന്നെ വിടില്ല. നടക്കും. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. അവിടെ ഈ വഴി പടി ചവിട്ടാൻ പാടില്ല. അപ്പ ഞാനിവളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. മനസ്സിലായി. ഇളവീട്ടിൽ ചാക്കോയുടെ മകൾ ലിസിയല്ലേ ഇത്? അറിയാം. ഇവളുടെ കല്യാണം നിശ്ചയിച്ചതും അറിയാം. ആ കല്യാണം ഇവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അവളെ തുറന്നു പറയട്ടെ. പള്ളി എടാ, ക്രിസ്ത്യാനി പെൺകുട്ടികൾക്ക് മറ്റ് സമുദായത്തിലെ പെൺകുട്ടികളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കെട്ടാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. അവളുടെ ഇഷ്ടമില്ലാതെ പള്ളിയിൽ കെട്ട് നടക്കില്ല. അപ്പാ, മോളെ, നിന്റെ അപ്പനും ഞാനുമായി പിണക്കത്തിലാണ്. എന്നാൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധമില്ല. കുട്ടിക്കാലം തൊട്ടേ നീയും എന്റെ മോനും ഒരുമിച്ച് കളിച്ചു വളരുന്നത് സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടവനാണ്. അന്ന് തൊട്ടേ നിങ്ങൾ തമ്മിൽ ചേർന്ന് കാണാൻ ഞാൻ കൊതിച്ചു. എന്നാൽ അത് ഈ നിലയിലല്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ജോയ്, ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പ ഇവളെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. വാ മോളെ, നടക്കൂ. എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ മറ്റൊരു പുരുഷന്റെ കൂടെ കണ്ടാൽ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എന്നാൽ അവളുടെ അപ്പൻ ഈ നാട്ടിലെ പ്രമാണിയും തറവാട്ടുകാരനുമാണല്ലോ എന്ന് കരുതി മാത്രം ഞാനോട് ഒന്ന് പറയുന്നു. തിരിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, മറിച്ച് ചെയ്യുന്നത് എനിക്കും. ഒരു ദിവസം നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞതാണ് എനിക്ക് മകളെ കെട്ടിച്ചേരാമെന്ന്. അല്ലാതെ ഞാനിവിടെ ചോദിച്ചല്ല. അതെന്റെ പേരാണ്. എന്റെ അപ്പന്റെ പേരറിയാമല്ലോ, പത്രോസ്. ആ പേരിനൊന്നും ആരും ഇതുവരെ ദോഷം പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് ദോഷം വരുത്താൻ ആരെയും ഒട്ട് അനുവദിക്കുമില്ല. എന്റെ അനുവാദം കൂടാതെയാണ് അവൾ ഈ പടിക്ക് പുറത്തു പോയത്. അവളെ ഞാൻ എവിടെ പോയി? അവന്റെ കൂടെ ചുറ്റാൻ. ബോധ്യമായില്ലേ? ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പോൾ ഈ കല്യാണം എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കുന്നു. പറയൂ, എനിക്ക് അവളെ ഉടനെ കെട്ടിച്ചേരുമോ?
ഉടനെ? അതെ, നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് ഉടനെ. മറ്റന്നാൾ തീയതി നിശ്ചയിക്കണം. സമ്മതമാണോ? സമ്മതമാണ്. എങ്കിൽ വരൂ. അവൾ ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ആരുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അവളെ തേടി പിടിക്കാം. വരൂ. എന്റെ മോളെ തേടി പോകേണ്ട കാര്യമില്ല. അവൾ വരും. ഇല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും. താൻ എന്റെ അനുവാദം കൂടാതെ ഇവളെ എവിടെ കൂട്ടിക്കൊണ്ടുപോയി? മകളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ നശിപ്പിച്ച എന്റെ കൂട്ടുകാരിയുടെ ശവമാടം കാണാൻ. ചേട്ടാ, അപ്പനും മകനും കൂടെ എന്റെ മകളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചാൽ ചാക്കോ അനാവശ്യം പറയരുത്. അനാവശ്യം പറയുകയല്ല, പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ശത്രുവാണെങ്കിലും എന്റെ വീട്ടിൽ കയറി വന്നവരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇതിന് പോകാം. പോകാൻ ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. നിനക്കെന്നെ മനസ്സിലാവില്ല. ആന്റണിക്ക് പോകാം. അപ്പോൾ നാളെ അമ്പലപ്പറമ്പിൽ കാണാം. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ 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 കാര്യം വിട്ടു. വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. പത്രോസോട്ടോടെ കാര്യം ആന്റണി പറയും. ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താം. പിന്നെ ഞാൻ വരുന്നിട്ട് തിരിയണക്കിയാൽ മതി. ഞാൻ ഇനിയും കുടിക്കും. എന്താ എതിരുണ്ടോ? എതിരുണ്ടോന്ന്? എടാ, എടാ കാലമാടാ, നീ എന്റെ മോളെ കൊന്നു. എന്റെ കണ്ണ് കാണാൻ പാടില്ലാത്ത മേരിക്കുട്ടിയെ നീ കൊന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് നീ ചെയ്യിപ്പിച്ചു. നീ ഇത് അനുഭവിക്കുമടാ. എടാ എടാ, നീ ഇത് അനുഭവിക്കുമടാ. എടാ, നിന്നെ വെറുതെ വിടൂല. എടാ, എന്റെ മോക്കുമാരും നിന്റെ മോളും നിന്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് ചാവുപടാ. എന്റെ കർത്താവ് നിന്നെ വെറുതെ വിടൂല. എടാ, നീ തട്ടി ചീഞ്ഞ് മാറൂടാ. പേടിക്കണ്ട, നിന്റെ അപ്പനും കൂട്ടിനും പോയി. എനിക്ക് ഉടനെ പോകണം. നാളെ രാത്രി എല്ലാവരും വെടിക്കെട്ടിന്റെ തിരക്കിലായിരിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. നീ വരണം. എവിടെ? നമ്മുടെ ആ കുന്നിൻ ചെരുവിൽ. നിന്നെ ഞാൻ കാത്തു നിൽക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റം പറയില്ല മോളെ. ഒരു നിമിഷമെങ്കിലും മുമ്പേ നീ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ജോയിമ നല്ലവനാ. നിങ്ങളുടെ യാത്രയിൽ ഈ അമ്മച്ചിയുടെ മനസ്സ് കൂട്ടുന്നുണ്ടാവും. എല്ലാം പറഞ്ഞതുപോലെ ആർക്കും സംശയം തോന്നരുത്. അവൻ പോകുന്നത് സൂക്ഷിക്കണം. ഇതുകൂടി കെട്ടിക്കോ.
എന്താ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ നിന്നെ കെട്ടണോ അല്ലേ? വേണ്ട മോളെ, നീ അവന്റെ കൂടെ പോയിക്കോ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ ജോയ്മന്റെ കൂടെ പോയിക്കോ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ ജോയ്മന്റെ കൂടെ പോവാൻ. എന്നാൽ ഞാൻ തനിച്ചു പോവില്ല. നിങ്ങൾ